ഓഹരി വിപണി റിക്കവറി. രൂപയുടെ ഇടിവ് തുടരുന്നു. പ്രധാനമന്ത്രിയുടെ ലാഘവ നടപടികൾ. സ്വർണ്ണവാങ്ങൽ കുറയ്ക്കാൻ. സ്വർണ്ണവെള്ളി ഇറക്കുമതി കരമുയർത്തി. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. ഓഹരി വിപണി റിക്കവറി. സെൻസെക്സ് ഏകദേശം 790 900 പോയിന്റ് ഉയർന്ന് 75,400 75,600 നിലയിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 23,650 23,690 തലത്തിലെത്തി. 4 ദിവസത്തെ ഇടിവിന് ശേഷം റിക്കവറി. ഫാർമ, ഹെൽത്ത് കെയർ, മെറ്റൽ ഓഹരികൾ നേട്ടത്തിൽ. രൂപയുടെ ഇടിവ് തുടരുന്നു. $ഡോളറിനെതിരെ റെക്കോർഡ് ലോയിലെത്തി. 95.31 95.8 തലം. മിഡിൽ ഈസ്റ്റ് സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ലാഘവ നടപടികൾ. സ്വർണ്ണവാങ്ങൽ കുറയ്ക്കാൻ ഇന്ധന ലാഘവം, WFH പ്രോത്സാഹനം തുടങ്ങിയ അപ്പീലുകൾക്ക് ശേഷം ജ്വല്ലറി, എയർലൈൻ ഓഹരികൾ, ടൈറ്റൻ, ഇൻഡിഗോ തുടങ്ങിയവർ ബാധിതമായിരുന്നു. സർക്കാർ സ്വർണം, വെള്ളി ഇറക്കുമതി കരം ഉയർത്തി. ഡ്യൂട്ടി 15% ഉയർത്തി. 18.4%. ഇറക്കുമതി കുറയ്ക്കാനും രൂപ സംരക്ഷിക്കാനുമുള്ള നടപടി. MCXൽ വിലകൾ ഏറ്റക്കുറച്ചിലുള്ളത്. BH എയർടെൽ Q4 ലാഭം 33.5% താഴ്ന്ന് 7,325 കോടി രൂപ. ARPU 257 രൂപയായി ഉയർന്നു. മറ്റു വാർത്തകൾ. LNG ഫെർട്ടിലൈസർ ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ 37,500 കോടി രൂപ കോൾ ഗ്യാസിഫിക്കേഷൻ സ്കീം അംഗീകരിച്ചു. MSME ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി സോഹോ ONDCയിൽ 70 കോടി രൂപ നിക്ഷേപം. ചൈന, ഇന്ത്യ സോളാർ ടെക് പോളിസികളിൽ WTOയിൽ പരാതി. റൂബി ഓയിൽ ക്രൈസിസ് പശ്ചാത്തലത്തിൽ ഇന്ധനവില വർധന സാധ്യത. വിപണി വോളാട്ടയിലാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷം, ക്രൂഡ് വില, രൂപ തുടങ്ങിയവയാണ് പ്രധാന ഫാക്ടറുകൾ. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.